നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. പൊയ്യ മടത്തുംപടി സ്മാർട്ട് വില്ലേജ് ഓഫീസ് എല്ലാ സൗകര്യങ്ങളോടും കൂടി 3 മാസത്തിനുള്ളിൽ പ്രവർത്തന സജ്ജമാക്കണമെന്ന് ഹൈക്കോടതി. പൊതുപ്രവർത്തകൻ നൽകിയ ഹർജിയിലാണ് വിധി. വള്ളിവട്ടം ഗവൺമെന്റ് UP സ്കൂളിൽ ശതാബ്ദി ആഘോഷം സമാപിച്ചു. സമാപന സമ്മേളനം ബെന്നി ബെഹനാൻ MP ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. പൊയ്യ മടത്തുംപടി സ്മാർട്ട് വില്ലേജ് ഓഫീസ് എല്ലാ സൗകര്യങ്ങളോടും കൂടി 3 മാസത്തിനുള്ളിൽ പ്രവർത്തന സജ്ജമാക്കണമെന്ന് ഹൈക്കോടതി. പൊതുപ്രവർത്തകൻ നൽകിയ ഹർജിയിലാണ് വിധി. സംസ്ഥാന ചീഫ് സെക്രട്ടറി, അഡീഷണൽ ചീഫ് സെക്രട്ടറി എന്നിവരോടാണ് ഉത്തരവ് നടപ്പിലാക്കാൻ കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഉദ്ഘാടനം കഴിഞ്ഞു 2 വർഷമായിട്ടും മടത്തുംപടി സ്മാർട്ട് വില്ലേജ് ഓഫീസിന്റെ പ്രവർത്തനം ആരംഭിക്കുന്നില്ലെന്ന് ചൂണ്ടിക്കാണിച്ച് പൊതുപ്രവർത്തകൻ ഷാൻഡി ജോസഫ് തട്ടകത്ത് സർക്കാരിലേക്ക് പരാതി നൽകിയിട്ടും നടപടി സ്വീകരിക്കാത്തതിനെ തുടർന്നാണ് ഹൈക്കോടതിയിൽ ഹർജി നൽകിയത്. 2 മാസത്തിനുള്ളിൽ ഈ വിഷയത്തിൽ തീർപ്പുണ്ടാക്കാൻ ഉത്തരവിട്ടെങ്കിലും സംസ്ഥാനത്തിന്റെ ധനസ്ഥിതി മോശമായതിനാൽ പൊയ്യ ഗ്രൂപ്പ് വില്ലേജ് വിഭജിച്ച് മടത്തുംപടി സ്മാർട്ട് വില്ലേജ് പ്രവർത്തിപ്പിക്കാൻ മതിയായ ജീവനക്കാരെ നിയമിക്കാൻ സാധ്യമല്ല എന്നുള്ള ഉത്തരവാണ് സർക്കാർ പുറപ്പെടുവിച്ചത്. ഇതിനെ തുടർന്ന് ഷാൻഡി ജോസഫ് തട്ടകത്ത് വീണ്ടും ഹൈക്കോടതിയിൽ ഫയൽ ചെയ്ത ഹർജിയിലാണ് അനുകൂല വിധി. മടത്തുംപടി നിവാസികളെ സംബന്ധിച്ച് അവരുടെ വില്ലേജ് ഓഫീസിൽ പൊയ്യയിലോട്ട് വരണമെങ്കിൽ അവിടെ നിന്ന് 5-6 കിലോമീറ്റർ യാത്ര ചെയ്ത് മാളയിൽ വന്ന് മാളയിൽ നിന്ന് മറ്റൊരു ബസ് കയറി 4-5 കിലോമീറ്റർ യാത്ര ചെയ്തിട്ട് വേണം പൊയ്യ ഗ്രൂപ്പ് വില്ലേജ് ഓഫീസിലെത്താൻ. യാത്ര വളരെ ദുരിതമാണ്. അങ്ങനെ ഇതിനൊരു പരിഹാരമായിട്ടാണ് മടത്തുംപടി വില്ലേജിന്റെ പരിധിയിൽ ഏതാണ്ട് സെന്റർ തന്നെയായിട്ട് ഒരു സ്മാർട്ട് വില്ലേജ് ഓഫീസ് തുടങ്ങുന്നത്. 10 സെന്റ് സ്ഥലത്ത് 44 ലക്ഷം രൂപ ചെലവ് ചെയ്ത് വളരെ മനോഹരമായിട്ടൊരു കെട്ടിടം നിർമ്മിച്ചു. ഈ കെട്ടിടം അടഞ്ഞു കിടക്കുന്നു. വീണ്ടും 2023 വീണ്ടും ഹൈക്കോടതിയെ സമീപിക്കുകയും ആ ഹൈക്കോടതിയെ സമീപിച്ച റിട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം സർക്കാരിനോട് 3 മാസത്തിനുള്ളിൽ ഈ സ്മാർട്ട് വില്ലേജ് സ്മാർട്ടായിട്ട് തന്നെ, അതായത് അവിടെ എന്തെല്ലാം സൗകര്യം ഒരുക്കാനുണ്ടോ, ഏതെല്ലാം ഉദ്യോഗസ്ഥർ ആവശ്യമുണ്ടോ അവരെല്ലാരെയും നിയോഗിച്ചുകൊണ്ട് തന്നെ 3 മാസത്തിനുള്ളിൽ ഈ മടത്തുംപടി സ്മാർട്ട് വില്ലേജ് ഓഫീസ് തുറക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. കേരള ചീഫ് സെക്രട്ടറി, അഡീഷണൽ ചീഫ് സെക്രട്ടറി റവന്യൂ, ഇരിങ്ങാലക്കുട റവന്യൂ ഡിവിഷണൽ ഓഫീസർ, തൃശൂർ ജില്ലാ കളക്ടർ, കൊടുങ്ങല്ലൂർ താലൂക്ക് തഹസിൽദാർ, പൊയ്യ വില്ലേജ് ഓഫീസർ ഇവരെ കക്ഷികളായി ചേർത്തിട്ടാണ് ഹർജി നൽകിയിരിക്കുന്നത്. ആദ്യ ഹർജി ഹൈക്കോടതിയിൽ എത്തിയതിനെ തുടർന്ന് പൊയ്യ ഗ്രൂപ്പ് വില്ലേജ് ഓഫീസിന്റെ സബ് സെന്ററായി മടത്തുംപടി സ്മാർട്ട് വില്ലേജ് ഓഫീസിനെ തൽക്കാലം മാറ്റുകയും പുതിയ ഓഫീസിൽ വില്ലേജ് അസിസ്റ്റന്റിനെ വെച്ച് പ്രവർത്തനം ആരംഭിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. അതിനായി പൊയ്യ വില്ലേജിൽ നിന്നും ഒരു ഉദ്യോഗസ്ഥനെ മടത്തുംപടി വില്ലേജിലേക്ക് അയക്കുകയും ഉച്ചവരെ അവിടെ ജോലിക്ക് നിശ്ചയിക്കുകയും ചെയ്തു. അവിടെ വരുന്ന അപേക്ഷകൾ വാങ്ങി പൊയ്യ വില്ലേജിൽ കൊണ്ടുവന്ന് അടുത്ത ദിവസങ്ങളിൽ തിരിച്ച് മടത്തുംപടി വില്ലേജിൽ എത്തിച്ച് കക്ഷികൾക്കു നൽകുക എന്ന പ്രവർത്തനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പൊയ്യ, മടത്തുംപടി, പള്ളിപ്പുറം എന്നീ 3 വില്ലേജുകൾ ചേർന്ന പൊയ്യ ഗ്രൂപ്പ് വില്ലേജിൽ നിന്ന് മടത്തുംപടി അടർത്തി മാറ്റിയിട്ടാണ് മടത്തുംപടി നിവാസികളുടെ സൗകര്യത്തിനായി സ്മാർട്ട് വില്ലേജ് ഓഫീസ് കെട്ടിടം മടത്തുംപടി ജഡ്ജിമുക്കിൽ കൊണ്ടുവന്നത്. മടത്തുംപടി വില്ലേജ് നിവാസികളുടെ ഈ ബുദ്ധിമുട്ടിന് പരിഹാരമായിട്ടാണ് 44 ലക്ഷം രൂപ ചിലവഴിച്ച് നിർമ്മിതി കേന്ദ്രമാണ് വില്ലേജ് ഓഫീസിന്റെ പണി പൂർത്തീകരിച്ചിട്ടുള്ളത്. 4.5 വർഷമായിട്ടും സ്മാർട്ട് വില്ലേജ് ഓഫീസായി ആരംഭിക്കാത്തതിനെതിരെ ജനങ്ങൾക്കിടയിൽ വലിയ തോതിലുള്ള പ്രതിഷേധം ഉയർന്നിരുന്നു. ഇക്കാര്യം മീഡിയ ടൈം പലവട്ടം വാർത്തകൾ നൽകിയിരുന്നു. മീഡിയ ടൈം മാള. ഇരിഞ്ഞാലക്കുട കരൂപ്പടനയിൽ കഞ്ചാവുമായി യുവാവിനെ പിടികൂടി. മുസാഫരിക്കുന്ന് അറക്കപ്പറമ്പിൽ സൈഫുദ്ദീനെയാണ് കഞ്ചാവ് സഹിതം പോലീസ് പിടികൂടിയത്. ഇവിടെ കഞ്ചാവ് ഉപയോഗം വ്യാപകമാണെന്നുള്ള വിവരം കിട്ടിയതനുസരിച്ച് SHO അനീഷ് കരീമും സംഘവും പട്രോളിംഗ് നടത്തുന്നതിനിടയിലാണ് കഞ്ചാവ് സഹിതം സൈഫുദ്ദീനെ പിടികൂടിയത്. പിടികൂടിയ സംഘത്തിൽ രാഹുൽ AK, ബിബിൻ എന്നിവർ ഉണ്ടായിരുന്നു. വള്ളിവട്ടം ഗവൺമെന്റ് UP സ്കൂളിൽ ശതാബ്ദി ആഘോഷം സമാപിച്ചു. സമാപന സമ്മേളനം ബെന്നി ബെഹനാൻ MP ഉദ്ഘാടനം ചെയ്തു. രക്ഷകർത്താക്കൾ തങ്ങളുടെ മക്കളുടെ വിദ്യാഭ്യാസത്തിന് മറ്റേത് കാലഘട്ടത്തേക്കാൾ കൂടുതൽ പ്രാധാന്യം ലഭിക്കും. അവരുടെ ഏറ്റവും ഒരു ഇൻവെസ്റ്റ്മെന്റാണ്, ഒരു മുതൽമുടക്കാണ് സ്വന്തം മക്കൾക്ക് കൊടുക്കുന്ന വിദ്യാഭ്യാസത്തെ കാണുക. അത് സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരും അല്ലാത്തവരുമൊക്കെ അവർ നടത്തുന്നു. ഞാൻ ഇന്നലെ കുഞ്ഞുങ്ങൾ പറയുന്ന ഉദാഹരണമുണ്ട്. എൻ്റെ അടുത്ത് രക്ഷകർത്താവ് എന്ന് ഏതാനും മാസങ്ങൾക്കുണ്ട്. ആ രക്ഷകർത്താവിൻ്റെ കുട്ടി നന്നായി പഠിക്കും.
ആ നന്നായി പഠിക്കുന്ന കുട്ടിയെ ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി അയക്കണം. അദ്ദേഹത്തിന് സാമ്പത്തികമായ ബുദ്ധിമുട്ടുണ്ട്. എന്നെ സമീപിച്ചത് അദ്ദേഹത്തിന്റെ കുട്ടിക്ക് ഒരു എഡ്യൂക്കേഷൻ ലോൺ തരപ്പെടുത്തിന് വേണ്ടിയിട്ടാണ്. ഒരു എഡ്യൂക്കേഷൻ ലോൺ തരപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ട് എന്തെങ്കിലുള്ള രക്ഷകർത്താവിനോട് ഞാൻ ചോദിച്ചുകൊണ്ട് നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ട് ചോദിച്ചപ്പോൾ ആ രക്ഷകർത്താവ് എന്നോട് പറഞ്ഞു, മറുപടി സാർ, എന്റെ വീടും പറമ്പും കൂടി 17 സെന്റ് സ്ഥലമേ ഉള്ളൂ. ആ 17 സെന്റ് സ്ഥലം പണയപ്പെടുത്തിയാണ് ഞാൻ മകളെ പഠിപ്പിക്കുന്നത്. നമ്മളായിരിക്കണം സ്വന്തം വീടും പറമ്പും പണയപ്പെടുത്തി മക്കളെ പഠിപ്പിക്കുന്ന രക്ഷകർത്താക്കളുടെ നാടാണ് നമ്മളെ. അത് ഉൾക്കൊള്ളാനുള്ള അറിവ് പാഠപുസ്തകത്തിൽ ലഭിക്കില്ല. വെള്ളാങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിഷ ഷാജി അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് ഹസ്ന റിജാസ്, ജില്ലാ പഞ്ചായത്ത് അംഗം ഷീല ജയഘോഷ്, കലാഭവൻ ജോഷി, AEO ഗോഡ്വിൻ റോഡ്രിഗസ്, വെള്ളാങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ കമാൽ കാട്ടകത്ത്, PTA പ്രസിഡന്റ് TV ജോഷി എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ പൂർവ്വ വിദ്യാർത്ഥികളെയും ഈ വർഷം വിദ്യാലയത്തിൽ നിന്ന് വിരമിക്കുന്ന അധ്യാപകരെയും ആദരിച്ചു. കേന്ദ്ര ബജറ്റിലെ കേരളത്തോടുള്ള അവഗണനയ്ക്കെതിരെ CPIM മാള ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന കാൽനട പ്രചരണ ജാഥയ്ക്ക് തുടക്കമായി. മാമ്പ്ര സെന്ററിൽ നിന്നും ആരംഭിച്ച ജാഥ CPIM തൃശൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TK വാസു ഉദ്ഘാടനം ചെയ്തു. അതിന് ആവശ്യമായിട്ടുള്ള കാലാവസ്ഥ രൂപപ്പെട്ട് എടുക്കുന്ന ഭൂപ്രകൃതിയുടെ, പരിസ്ഥിതിയുടെ, കാലാവസ്ഥയുടെ ഒക്കെ തന്നെ വ്യത്യസ്തത കേരളം എന്ന് പറയുന്ന ഒരു കൊച്ചു സംസ്ഥാനത്തിനുണ്ട്. ആ കേരളം ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വിഭിന്നമാകുന്ന തരത്തിലുള്ള സാമൂഹ്യ ജീവിത മേന്മയിൽ ഉയർന്നു നിൽക്കാൻ ഇടയായത് കേരളത്തിനകത്ത് നടത്തിയ സാമൂഹ്യ മേഖലയിലുള്ള ഇടപെടൽ തന്നെയാണ് എന്ന് നമുക്ക് കാണാനാവും. അത് ഏതെങ്കിലും ഒരു ചെറിയ കാലത്ത് വെച്ചുകൊണ്ട് മാത്രമല്ല, ഒരു ദീർഘകാലമായിട്ടുള്ള പ്രവർത്തനങ്ങളുടെ പിൻബലത്തിലാണ് ഈ കേരളം ഇങ്ങനെ മുന്നോട്ട് വന്നത്. അത് മനുഷ്യന്റെ ബോധത്തിൽ മാറ്റം വരുത്താൻ വേണ്ടി ഇടയാക്കിയിട്ടുണ്ട്. എല്ലാ മനുഷ്യരും ഒരുപോലെയാണ് ചിന്തിക്കുക എന്ന നിലയിലേക്കല്ല, പുരോഗമനപരമായി ചിന്തിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു മനുഷ്യനെ രൂപപ്പെടുത്തിയെടുക്കുന്നതിന് കേരളത്തിന്റെ പൂർവ്വകാല പോരാട്ടങ്ങൾ, അതിന്റെ സാമൂഹിക ഇടപെടലുകൾ കാരണമായിട്ടുണ്ട് എന്ന് നമുക്ക് കാണാനാവും. PV വിനോദ് അധ്യക്ഷത വഹിച്ചു. TK സന്തോഷ്, T ശശിധരൻ, M രാജേഷ്, സിന്ധു ജയൻ, ശ്യാമള അയ്യപ്പൻ, TK സതീശൻ, TC സുബ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. TK സന്തോഷ് ജാഥ ക്യാപ്റ്റനും സിന്ധു ജയൻ വൈസ് ക്യാപ്റ്റനുമായി നടത്തുന്ന ജാഥ വിവിധ സ്ഥലങ്ങളിലെ സ്വീകരണം ഏറ്റുവാങ്ങി ഫെബ്രുവരി 23-ന് മാളയിൽ സമാപിക്കും. ആളൂർ ശ്രീനാരായണ വിലാസം UP സ്കൂൾ വാർഷികം നിറവ് 2025 സംഘടിപ്പിച്ചു. ആളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് KR ജോജോ ഉദ്ഘാടനം ചെയ്തു. 2025 എന്ന പേരിൽ ഇന്ന് നമ്മൾ ഏറ്റവും ഭംഗിയായിട്ട് ആഘോഷിക്കുന്നത്. ഇന്ന് അധ്യാപക രക്ഷാകർതൃ ദിനവും പ്രീ പ്രൈമറി വാർഷികവും സമ്മാന വിതരണവും എൻഡോമെന്റ് വിതരണവും എല്ലാം ഈ ചടങ്ങിൽ വെച്ച് നടത്തുകയാണ്. നിറവ് 2025-ന്റെ എല്ലാ വിധത്തിലുള്ള ആശംസകളും ആദ്യമായിട്ട് തന്നെ നിങ്ങൾക്ക് വേണ്ടി നേരുകയാണ്. സ്കൂൾ മാനേജർ EK മാധവൻ അധ്യക്ഷത വഹിച്ചു. ആളൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രതി സുരേഷ് മുഖ്യാതിഥിയായിരുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബിന്ദു ഷാജു എൻഡോമെന്റ് വിതരണം നടത്തി. ആളൂർ പഞ്ചായത്ത് അംഗം സവിത ബിജു സമ്മാന വിതരണം നടത്തി. SNDP സമാജം ആളൂർ യൂണിറ്റ് സെക്രട്ടറി EV സുബ്രഹ്മണ്യൻ, SNV SHSS പ്രിൻസിപ്പൽ CR ധന്യ, പ്രിൻസിപ്പൽ ES സുമ, ഹെഡ് മിസ്ട്രസ് TS സരിത, SNV പ്രീ പ്രൈമറി സ്കൂൾ ഹെഡ് മിസ്ട്രസ് RV ഗീത, OSA പ്രസിഡന്റ് AR രാമകൃഷ്ണൻ, PTA പ്രസിഡന്റ് മിഥുല സനീഷ്, MPTA പ്രസിഡന്റ് സിന്ധു വിനോദ്, ഹെഡ്മാസ്റ്റർ റോണി K മാവേലി എന്നിവർ പ്രസംഗിച്ചു. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി അന്നമനട ഏരിയ പ്രതിനിധി സമ്മേളനം മാളയിൽ നടന്നു. സംസ്ഥാന കമ്മിറ്റി അംഗവും ജില്ലാ പ്രസിഡന്റുമായ അബ്ദുൽ ഖാദർ എടവിലങ്ങ് ഉദ്ഘാടനം നിർവഹിച്ചു. യഥാസമയങ്ങളിൽ ലഭിക്കാത്തതിനെ തുടർന്ന് കേരളത്തിൽ ഐതിഹാസികമായ സമരരംഗത്തേക്ക് ഇറങ്ങി വരേണ്ട സാഹചര്യം കേരളത്തിലെ തൊഴിലാളികളായ AKD എന്ന പ്രസ്ഥാനത്തിന് നേരിടേണ്ടി വന്നു. ഒട്ടേറെ സമരങ്ങൾക്കൊടുവിൽ പോലും ഇപ്പൊ നമുക്കറിയാം, കേരള തയ്യൽ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ നിന്ന് കേരളത്തിലെ തയ്യൽ തൊഴിലാളികളായ അംഗങ്ങൾ റിട്ടയർമെന്റ് ചെയ്യുമ്പോൾ അവർക്ക് നൽകാമെന്ന് ഗവൺമെന്റും ക്ഷേമനിധി ബോർഡും തീരുമാനിച്ച് ഫിക്സ് ചെയ്തിട്ടുള്ള, നിജപ്പെടുത്തിയിട്ടുള്ള
റിട്ടയർമെന്റ് ആനുകൂല്യങ്ങൾ അശാസ്ത്രീയമായി വെട്ടിക്കുറച്ചുകൊണ്ട് തൊഴിലാളികളെ പരസ്യമായി വഞ്ചിക്കുന്ന നിലപാടുകൾക്കെതിരെ ശക്തമായ സമരങ്ങൾ അനുദിനമെന്നോണം നടത്താൻ നാം നിർബന്ധിതരായിട്ടുണ്ട്. ഒടുവിൽ ആ സമരത്തെ കാണുകയോ ഉൾക്കൊള്ളുകയോ ഇടപെടുകയോ ചെയ്യാത്ത സാഹചര്യത്തിൽ നമുക്ക് നിയമപരമായി പോകേണ്ടത് വന്നിട്ടുണ്ട്. അങ്ങനെയാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നമ്മൾ ഒരു കേസ് കൊടുക്കുകയും ആ കേസിന്റെ നേതൃത്വം സംസ്ഥാന കമ്മിറ്റി നമ്മുടെ പ്രിയപ്പെട്ട ജില്ലാ സെക്രട്ടറി കൂടിയായിട്ടുള്ള MK പ്രയാസം അവരുടെ ചുമതലപ്പെടുത്തുകയും അദ്ദേഹം നിരന്തരം ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ട് നടത്തിയ കേസിന്റെ ഭാഗമായി ഏരിയ പ്രസിഡന്റ് PD സേവ്യർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം TV ഗണേശൻ, ഏരിയ സെക്രട്ടറി അമ്മിണി കുമാരൻ, സുഭദ്ര ശങ്കരനാരായണൻ എന്നിവർ സംസാരിച്ചു. തയ്യൽ തൊഴിലാളികളെ ESIയിൽ ഉൾപ്പെടുത്തണമെന്നും റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിച്ച് ജനങ്ങളുടെ ജീവന് സംരക്ഷണം നൽകണമെന്നും സമ്മേളനം സർക്കാരിനോട് പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. മതിലകം സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ച നൃത്ത സംഗീത വാദ്യോത്സവ് സരിഗമപ്പ ശ്രദ്ധേയമായി. വിദ്യാലയത്തിലെ നൃത്ത സംഗീത വിദ്യാർത്ഥികളുടെ അഭിരുചി പരിപോഷിപ്പിക്കുന്നതിനായി സംഘടിപ്പിച്ച പരിപാടി പ്രശസ്ത യൂട്യൂബ് താരങ്ങളായ കുഞ്ഞുമോൻ ആൻഡ് ഫാമിലി ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് CM ജുഗ്നു അധ്യക്ഷനായി. മാനേജർ ഫാദർ ഷൈജൻ കളത്തിൽ മുഖ്യാതിഥിയായിരുന്നു. ഹെഡ്മിസ്ട്രസ് VK മുജീബ് റഹ്മാൻ, മാതൃസംഗമം പ്രസിഡന്റ് റഹിയാനത്ത് അൻസാരി, ലയ എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. പൊയ്യ മടത്തുംപടി സ്മാർട്ട് വില്ലേജ് ഓഫീസ് എല്ലാ സൗകര്യങ്ങളോടും കൂടി 3 മാസത്തിനുള്ളിൽ പ്രവർത്തന സജ്ജമാക്കണമെന്ന് ഹൈക്കോടതി. പൊതുപ്രവർത്തകൻ നൽകിയ ഹർജിയിലാണ് വിധി. വള്ളിവട്ടം ഗവൺമെന്റ് UP സ്കൂളിൽ ശതാബ്ദി ആഘോഷം സമാപിച്ചു. സമാപന സമ്മേളനം ബെന്നി ബെഹനാൻ MP ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.